മുഖ്യമന്ത്രിയുടെ മയക്കുമരുന്ന് മാഫിയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പോസ്റ്റുകളും കൂട്ടത്തോടെ കാണാതാവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് കാണുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരവസ്ഥയായിരിക്കില്ല ഉണ്ടാകുക. കാരണം ഒരു സോഷ്യൽ മീഡിയ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ പോലും അപ്രത്യക്ഷമാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദേശീയ മാധ്യമത്തോട് സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം എന്ന അഭിപ്രായം മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് നമ്മൾ കേട്ടതാണ്. മോഡിയുടെ വഴിയെ തന്നെയാണ് വി ഡി സതീശൻ സർക്കാരും നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റയുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. വി ഡി സതീശനും മോദിക്കുമെതിരെയുള്ള വാർത്തകൾ മാത്രം തിരഞ്ഞു പിടിച്ച് എങ്ങനെ ഒഴിവാക്കുന്നു എന്നതാണ് പ്രശ്നം. ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് മാത്രം എങ്ങനെയാണ് ഒഴിവായി പോകുന്നത്? വാർത്തകൾ മാത്രമല്ല, നൂറുകണക്കിന് പ്രൊഫൈലുകളും പേജുകളും അപ്രത്യക്ഷമാവുകയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ നടക്കുന്ന വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടി, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മയക്കുമരുന്ന് സംവിധാനത്തിൻ്റെ പ്രധാന പ്രതി രക്ഷപ്പെടുത്തത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് തമ്മിൽ മുഖ്യമന്ത്രിയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നത് പോലും തടയാൻ അതനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കണ്ടിട്ടുള്ളത്. ഇത് വേറൊരു പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞിട്ടുള്ളത്, മാർച്ച് 25 തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് രത്തൻ കേൽക്കറുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇടപെട്ടിട്ടാണ് പിന്നീട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത വരികയും ചെയ്തത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം IT സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മെറ്റയിൽ ഒരു സ്വാധീനമില്ല എന്ന പച്ച കള്ളമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശത്തിൽ അപ്രിയമായ പോസ്റ്റുകളും വാർത്തകളും നീക്കം ചെയ്യാം എന്നാണ് മോഡി സർക്കാർ കാണിച്ചു തരുന്നത്. അതിന് പിന്നിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദേശാഭിമാനിയുടെയും മീഡിയ വണ്ണിൻ്റെയും ഉൾപ്പെടെ പേജുകൾ മുമ്പ് ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തോടെ നിരവധി മാധ്യമങ്ങളുടെ വാർത്തകൾ ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുന്നത് മുൻപുണ്ടായിട്ടില്ല. നമുക്കെല്ലാം അറിയുന്നത് പോലെ നിരവധി മാധ്യമങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വിമർശനാത്മകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. TG മോഹൻദാസിൻ്റെ വിദ്വേഷ വീഡിയോ നീക്കം ചെയ്യാൻ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ പോലീസും സർക്കാരുമാണ് നിരവധി പത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്നുള്ളത് കാര്യമാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനും അതില്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും വിമർശിക്കുന്നവരെ ഒരു തരത്തിലും വെച്ചക്കില്ല ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളി പ്രബുദ്ധ കേരളം അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കില്ല. അതിശക്തിയായി ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ജനാധിപത്യ ശക്തികൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും